തആല വബറകാതുഹു. അനവധി കഥകൾ കേൾക്കുകയും കേൾക്കാൻ വരികയും ചെയ്ത നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥയുമായാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് വാശിയുടെ ചാട്ടോളി. അതെ, വാശിയുടെ ചാട്ടോളി. സാദരം നാദ കഥയുടെ സാരമുരത്തിടട്ടെ. പാരീതിൽ ഞങ്ങൾ സത്യമതമത് വാഴ്ത്തിടട്ടെ. കരമിതുയർത്തിടും നിന്നോട് സവിധത്തിൽ. ഈ ഗാനമിൽ ഞാനൊന്നിച്ചൊന്ന ഹംദ് മുരക്കുന്നേ. മരങ്ങൾക്കപ്പുറം മദീന തൈവരയിൽ മസ്ജിദ് നബിയുടെ അതിർത്തിയിൽ പ്രവാചകൻ തന്റെ അനുയായികളുമായി എന്തോ പറഞ്ഞു. കേട്ട മാത്രയിൽ അവരെല്ലാവരും തെക്കുബീറുകളുടെ എഴുന്നേറ്റു. ചിലർ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഇല്ല ഇല്ല, അവനെ വെറുതെ വിടാൻ പാടില്ല. അങ്ങയുടെ കൂടെ ഏതറ്റം വരെയും പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഞങ്ങളുണ്ടാകും തിരുദൂതരെ. അങ്ങ് കൽപ്പിച്ചാലും എന്തായിരുന്നു അവിടുന്ന് കൽപ്പിച്ചതെന്നോ? അതിയറ്റ വമ്പി മുമ്പിൽ നടരിതനിവിടമിൽ ബദരിനാരവമുയരുകയായി. ധീരമായ ഹതവരകിടാമവിഷമിൽ വിജയരജതമതണിച്ചേരോ. വിജയരജതമതണിച്ചേരോ. അതെ, അത് ബദറിലേക്കുള്ള വിളിയാളമായിരുന്നു. ഹിജ്റ 2-ാം വർഷം അബൂ സുഫിയാനെ തടയാൻ ഏൽപ്പിക്കപ്പെട്ട മുസ്ലിം സൈന്യവും ശത്രു സൈന്യവും ബദറിന്റെ തായ്വലയിൽ ഏറ്റുമുട്ടി. ഹംസത്തുൽ കറാറിന്റെ മാളുകൾ അന്തരീക്ഷത്തിൽ മിന്നി മറിയുമ്പോൾ ശത്രു കിങ്കരന്മാരുടെ ശിരസ് ചിതറിക്കൊണ്ടേയിരുന്നു. അബൂജഹൽ, ഷൈബത്ത്, ഉത്ബത്ത് ഓരോരുത്തരായിട്ട് അടർന്നു വീണുകൊണ്ടേയിരുന്നു. യുദ്ധത്തിന്റെ ആവേശം വിടാനെത്തിയ മഹലുകളിൽ നിന്ന് ഹിന്ദ് വിലപിച്ചുകൊണ്ടിരുന്നു. എന്റെ പിതാവ്, എന്റെ സഹോദരൻ, എന്റെ ഭർത്താവ് എല്ലാം എനിക്ക് നഷ്ടമായി. ഇല്ല ഇല്ല, അവനെ വെറുതെ വിടാൻ പാടില്ല. ഹിന്ദിന്റെ മനസ്സിൽ ഒരു ഉപായം മിന്നി. എന്തെന്നല്ലേ? ഹിന്ദിയാ മോഹമിൽ മൊയ്യുന്നു അടവുകൾ പലതാം. ഹംസ തന്റെ സുരതം തരും പുലഹിതനത്തിൻ ഹിതമളം. സ്വാതന്ത്ര്യം മുന്തിയ ജന്തും മുന്തിര ചന്ദിര ചന്ദിര ശോഭിദൂര വശിൽ കസുറ ദൂര വശിൽ കസുറ. കറുത്ത വർഗക്കാരനായ തന്റെ അടിമ ഭാഷയോടെ ഹിന്ദു പറഞ്ഞു, ഹംസയുടെ തലയെടുക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ മോചിപ്പിക്കാം. വാശിയുടെ ഉള്ളിലൂടെ ചിന്തകൾ കടന്നുപോയി. എത്ര നാൾ ഒരാളുടെ മുമ്പിൽ തലകുനിച്ചിരിക്കണം? തന്നെ പോലെയുള്ളവരുടെ ചില കാൽ സ്വപ്നമായ മോചനം ലഭിക്കണമെങ്കിൽ ഹംസയെ വധ വരുത്തുക തന്നെ. പിന്നീട് അങ്ങോട്ട് വാശിക്ക് ഉറക്കമില്ലാത്ത നാളുകളായി. അങ്ങനെ ഒടുവിൽ അതാ ആ ദിവസമെത്തി. ഉഹദിന്റെ ഭൂമിയിൽ വെച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിനെ വെട്ടിവീഴ്ത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ പഠിപ്പിച്ച് ഹിന്ദ് വാശിയെ യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ പാത്തും പതുങ്ങിയും നിൽക്കുന്നതിനിടയിൽ അതാ അത് ഹംസയല്ലേ. പിന്നൊട്ടും സമയം കളഞ്ഞില്ല, വാശിയുടെ ചാട്ടുളെടുത്തെറിഞ്ഞു. പിന്നെ എന്തുണ്ടായെന്നല്ലേ? ദീനി തുടിപ്പുകളാകെ നീലക്കെ വെച്ചോടിയോടി അടുക്ക വെച്ചിരിയടുത്തേ ചങ്കു തകർത്തേ. വാശിയുടെ ചാട്ടോടി ചൂര ചൂരത്ത് ചിരിയടുത്തേ ചങ്ക് തകർത്തേ. വാശിയുടെ ിടും അവർ കൊന്ന പടയും ആർത്തിടും അവർ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഭൗതിക ശരീരം വികൃതമാക്കി. അവിടുത്തെ നയനങ്ങൾ ചുവന്നെടുത്ത്, മൂക്ക് പറിച്ചെടുത്ത്, കാത് മുറിച്ചെടുത്ത്, വയറ് പിളർത്തി കരള് ചമച്ചു തുപ്പിയല്ല. നബി തങ്ങളുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി, കണ്ണീര് ചായിട്ടൊഴുകി. കാലം അധികം കഴിഞ്ഞില്ല. ഇസ്ലാമിന്റെ പതാക പാറി പറക്കാൻ തുടങ്ങി. ജനം കൂട്ടം
കൂട്ടമായി ഇസ്ലാം പുൽകിക്കൊണ്ടേയിരുന്നു. എന്ത് ഹിന്ദു ഭാഷയും സത്യമതത്തിലേക്ക് കടന്നു വന്നുവെന്നോ? നബിയെ സദസ്സിലേറ്റുന്ന അവർക്ക് എങ്ങനെയാണ് നബി അഭിമുഖീകരിക്കാൻ കഴിയുക? ഒരു വേള സത്യത്തിലൊത്തുവന്ന് അല്ലാഹുവിൻ ദൂതർ ചാരച്ചെന്ന് മഹിമായാം ഹിന്ദു മണിഭാഷയും മഹമൂദർ തങ്ങളിൽ ആശിച്ചല്ലേ. നബി തരൂ മാപ്പ് തന്നരൂ ആകെ നീ ആശയമില്ലായിരം സലാം. നബി തരൂ മാപ്പ് തന്നരൂ ആകെ നീ ആശയമില്ലായിരം സലാം. എന്റെ ഹംസ നബി തങ്ങളുടെ മീകൾ അശ്രുപൊഴിച്ചുവോ? അവിടുന്ന് വിതച്ചുവോ? കലങ്ങുന്ന കണ്ണുകൾ സ്വയം തുടച്ചുകൊണ്ട് വാശി പറഞ്ഞു, ഇനി ഞാൻ കരയണം. നബി തങ്ങൾ സന്തോഷിക്കുന്ന ഒരു ദിനം വരുന്നത് വരെ എനിക്കും എന്റെ ഈ ചാട്ടുളിക്കും വിശ്രമമില്ല. കാലചക്രം പിന്നെയും നീങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിൽ യുദ്ധസന്നാഹങ്ങൾ യമാമ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. മുസൈലമത്ത് കസ്സാബിന്റെ കഥ കഴിക്കണം. ഇസ്ലാമിന് വേണ്ടിയുള്ള പടപ്പുറപ്പാണെന്ന്. ഇതിനൊരു അന്ത്യമുണ്ടാകണം. അതിന് യുദ്ധം തന്നെ മാർഗമുള്ളൂ. അതാ യുദ്ധം കൊടും പെരുകൊള്ളുന്നു. എങ്ങനെയുണ്ടാക്കാഴ്ച? ആശമുറ്റം കരുത്താലേ വരും അടുത്ത് കൊടുങ്ങനെ ഷഹീദവർ കൊതിച്ചാണ്. ആ അല്ലാഹുവിൻ സ്വർഗം കണ്ട് മോഹന പരീക്ഷ കണ്ട് മുത്തിനും മുഹമ്മനായി കൊതിച്ചാണ്. ഉള്ളിൽ വിരിഞ്ഞതാകം ഉള്ളിൽ വിരിഞ്ഞതാകം സബബല്ലത്തുദാലിയത്തുഫല്ലി തേടിരുന്നു റബ്ബിനാലെ ഇഹ്സാന. മദ്വല്ലി സഖി തേടിരുന്നു റബ്ബിനാലെ ഇഹ്സാന. യമാമ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തെ ചെറുത്തു നിർത്തി അടിപതറിയ മുസ്ലിം സൈന്യവും തന്റെ ഹദീഖത്തിലേക്ക് ഓടി ഒളിച്ചു. മുസ്ലിം സൈന്യത്തിനു മുമ്പിൽ കോട്ടവാതിൽ കൊട്ടിയടക്കപ്പെട്ടു. കൂട്ടത്തിൽ നേതൃപതി ഉലങ്കരിക്കുന്ന ഖാലിദ് റളിയല്ലാഹു അൻഹു ചിന്തയിലാണ്ട്. ഇനി എന്തുണ്ട് മാർഗം? അപ്പോഴാണ് ബറാർ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വന്നത്. കേട്ട മാത്രയിൽ ബറാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ നിങ്ങൾ ഉയർത്തിയെറിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കോട്ടവാതിൽ തുറന്നു നൽകാം. അതും സംഭവിച്ചു. പിന്നീട് അങ്ങോട്ട് ഘോരമായ യുദ്ധം തന്നെ. നമ്മുടെ ഇസ്ലാമിന്റെ കാവൽഭടന്മാർ മുന്നേറിക്കൊണ്ടേയിരുന്നു. പക്ഷെ നമ്മുടെ കഥാനായകനെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഏറെ സമയം കഴിഞ്ഞില്ല. കൊട്ടാരത്തിന് മുകളിൽ ഒരാൾ മുസൈലിമയുടെ തല അറുത്തു പിടിച്ചു നിൽക്കുന്നു. അതെ, അത് വാശി തന്നെ. കയ്യിലതാ ചാട്ടൊളിയും. സ്വപ്നം പൂടിയ യാഥാർത്ഥ്യമായപ്പോൾ ഹിന്ദ് ആ ജീതന്റെ തല യുദ്ധഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ യുദ്ധം കെട്ടൊടുങ്ങി. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരു പൊൻ തൂവൽ കൂടി ചാർത്തപ്പെട്ടു. അല്ലാഹു തആല ഏവരെയും ആ മഹാന്മാരുടെ കൂടെ ഒപ്പം നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു കഥാപ്രസംഗം ഞാൻ ഇവിടെ നിർത്തുന്നു.